ഹലോ കൂട്ടുകാരെ, വളരെ രസകരമായ ഒരു സംസാരമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ബാംഗ്ലൂർ പഠിക്കുമ്പം എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ആണ് താമസിക്കുന്നത്. ഒരുപാട് തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കോട്ടയംകാരും കൊല്ലംകാരുമാണ്. ഈ രണ്ട് ഗ്രൂപ്പ് കെട്ടിപ്പിടിച്ചൊക്കെയായിരിക്കും കിടപ്പ്. പക്ഷേ നല്ല മുട്ടൻ അടികളാണ് നടന്നുകൊണ്ടിരുന്നത്. അത് പല വിഷയമാണ്. ചിലപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക തർക്കങ്ങളാകാം, ചിലപ്പം ഇതുപോലെ പല ഡിസ്ട്രിക്റ്റുകളുടെ സംസാര രീതികൾ തമ്മിലുള്ള സംസാരങ്ങളാകാം, ചിലപ്പോൾ രാഷ്ട്രീയപരങ്ങളായ സംസാരങ്ങളാകാം. എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും കൂട്ടുകാരാണ്. പക്ഷെ അടി പിടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു രക്ഷയില്ല. എല്ലാവരും കട്ടയ്ക്ക് അവരുടെ ജില്ലയിൽ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ കൊല്ലംകാർ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഓരോ നിമിഷവും മറക്കുന്ന ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി തരത്തില്ല. കാരണം മിനിറ്റിന് അവർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ കൊല്ലംകാരായ കൂട്ടുകാരെ വീണ്ടും ഓർക്കും. അന്നത്തെ സംസാരം പോലെ തന്നെ അവരിപ്പോഴും ആക്റ്റീവായ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. രസകരമായൊരു വാർത്ത ഇന്നും വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൊല്ലംകാരാണേ, പേടിക്കണം. പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുക. കൊല്ലത്ത് കല്യാണത്തിനിടെ വീണ്ടും കൂട്ടത്തല്ല്. ഇത്തവണ ഐസ്ക്രീം കിട്ടാത്തതിന്റെ പേരിലാണ് തല്ല്. പള്ളിമുക്കിലെ BSA ഓഡിറ്റോറിയത്തിലാണ് കൂട്ടയടി നടന്നത്. വധുവിന്റെ കൂടെ വന്നവർ ഐസ്ക്രീം ആവശ്യപ്പെട്ടപ്പോൾ തീർന്നു പോയെന്ന് കേറ്ററിംഗ് ഏജൻസി പറഞ്ഞതാണ് തല്ലിന്റെ തുടക്കം. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ആ പേരങ്ങോട്ട് മാറുന്നില്ലല്ലോ. പപ്പടം, ലേസ്, ദാ ഇപ്പോ ഐസ്ക്രീമും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. വല്ലാതെ ചിരി വരുന്നുണ്ട്. കാരണം പലപ്പോഴും ലൈസിനും പപ്പടത്തിനൊക്കെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഐസ്ക്രീമിന് വേണ്ടിയാണ് അടി. കഴിഞ്ഞ ദിവസം പള്ളിമുക്കിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഈ ഇത്തരത്തിലൊരു അടി നടക്കുന്നത്. കൊല്ലംകാർ വ്യത്യസ്തരാണ് ഡോക്ടർ അരുൺ. പപ്പടത്തിന് വേണ്ടി, ലൈസിന് വേണ്ടി, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഐസ്ക്രീമിന് വേണ്ടി. അങ്ങനെ വ്യത്യസ്തമായ അടികളാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്താ പറയുക, ഐസ്ക്രീമിനൊക്കെ വേണ്ടിയിട്ട് തല്ലുകൂടെ. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. 10, 50, 12 പേരൊക്കെ അല്ലേ ഉള്ളൂ. 5 രൂപയുടെ വീതം കൊടുത്താൽ പോലും എത്ര രൂപയാ അല്ലേ? അപ്പം എൻ്റെ കൊല്ലംകാരായ കൂട്ടുകാരെ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു. സ്പെഷ്യലായിട്ട് കുറച്ച് പേരുടെ പേര് മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. സുബിനുണ്ട്, മനോജുണ്ട്, സിൽജി ഉണ്ട്, അഖിലേട്ടനുണ്ട്, ശ്യാമുണ്ട്. അപ്പം അങ്ങനെ കുറേ പേരുടെ പേരിപ്പം ഓർക്കുവാണ്. ഇനി ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് ഇനി ജോലി ചെയ്യുന്ന സമയത്ത് രാജേഷ് മുതൽ കുറേ അങ്ങോട്ട് കിടക്കുവാണ്. അപ്പം കൊല്ലങ്കരായ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് സമർപ്പിക്കുന്നു. നിങ്ങൾ വീണ്ടും എനർജിയോടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. താങ്ക് യു.